എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ്, ഈ നമ്മുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സജി കൂത്താട്ടുകുളം എന്ന് പറഞ്ഞത്. പുള്ളി നമ്മുടെ അടുത്ത് നിന്ന് ചെയ്തതാണ് കുറച്ച് കാലം മുന്നേ, ഒരു വർഷം മുന്നേ. നല്ല റിസൾട്ടായിരുന്നു. അങ്ങനെ പുള്ളീൻ്റെ ചാനലിൽ നമ്മളെ പറ്റി ഏകദേശം ഒരു 8 വീഡിയോയോളം ചെയ്തു. നല്ല റിസൾട്ടാണ്, നല്ല ഗ്രോത്താണ് എന്ന് പറഞ്ഞിട്ട് അതുവഴി ഞാൻ പുള്ളിക്ക് ചെയ്തു കൊടുത്തത് 8,500 17,000 രൂപയ്ക്കാണ്. പുള്ളീൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതുമാണ്. അത്യാവശ്യം ഗ്രേഡ് 7 ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഒരു തരി മുടി പോലും ഇല്ലാത്ത തലയായിരുന്നു. അവിടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മുടി വളർത്തി. ഈ SCTക്ക് പരിധിയുണ്ട്. അതിൻ്റെ അത്രയും ഒന്നാമത് വയസ്സ് 50-ൻ്റെ അടുത്തുണ്ട്, രണ്ടാമത് ഗ്രേഡ് 7. ഇത് രണ്ടും ആയിട്ട് പോലും നമുക്ക് മുടി വളർത്തി സജിക്ക് അത്യാവശ്യം മുടി ആയി ചെയ്തു. പിന്നെ അങ്ങനെ പുള്ളി 17,000-ന് ചെയ്തു. പക്ഷേ പുള്ളീൻ്റെ റിസൾട്ട് കണ്ടിട്ട് കുറേ പേര് വന്നു, അതായത് ഏകദേശം 8 പേരോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ 8 പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് പുള്ളീനെ ഉറക്കമൊന്നും പറ്റുന്നില്ല, കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണാൻ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമ്മീഷനാക്കിയിട്ട് ആ 8 പേർ പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 8,000 രൂപ കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8,000 രൂപ ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ പുള്ളി ഒരു ദിവസം വന്നപ്പോൾ ബൂസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ പൈസയും വാങ്ങിയിട്ടില്ല. പുള്ളിക്ക് സിറമൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, പുള്ളീൻ്റെ വൈഫിന് ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ ചെയ്ത് കൊടുത്തും ചെയ്തു. ഓക്കെ, പുള്ളീൻ്റെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുന്ന ആളല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡാൻഡ്രഫിൻ്റെ 5,500 നോക്കുക. അപ്പോൾ എത്രയായി? നേരത്തെ 8 തിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു സിറ്റിങ്ങിൻ്റെ പോയി. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ 5,500 കൊടുത്തു, 13,500. അപ്പോൾ ടോട്ടൽ നമ്മൾ തിരിച്ചു കൊടുത്തു. പ്ലസ് സിറത്തിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ 1,500 റുപ്യേൻ്റെ സിറാണ്. അത് 2 ബോട്ടിലിട്ടാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പോൾ 13,500 പ്ലസ് 3,000 ഇസകളുടെ 16,500. 16,500 രൂപയാണ് സജിയേട്ടന് ഞങ്ങൾ തിരിച്ച് കൊടുത്തത് തന്നെ. അതായത് മുടി വന്ന് നല്ല രീതിയിൽ മുടി വന്ന ആൾക്ക്. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, ഈ പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് എന്നോട് പറഞ്ഞു പുള്ളിക്ക് സിനിമ എടുക്കാൻ താല്പര്യമുണ്ട്, ഒരു നമ്മുടെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ആസ്പദമാക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സജിയേട്ടൻ ട്രോള് കിട്ടാൻ ഏറ്റവും വലിയൊരു മാർഗ്ഗമാണത്. വെറുതെ നമ്മളെ തന്നെ ട്രോളാൻ നിൽക്കണോ, വേണോ വേണ്ട, അത് വേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല സാറ് ഇതിൻ്റെ ഫുൾ എമൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് സാർ ഇടണ്ട, സാർ എനിക്കൊരു 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം റുപ്യ തന്നാൽ ബാക്കി 1.5 കൂടി കൂട്ടിയിട്ട് 3 ലക്ഷം റുപ്യക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം, സാറിന് ഭയങ്കര പ്രൊമോഷനാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഓൾറെഡി ഒരു എന്താ പറയുക ഒരു വീഡിയോ പോലെ, മീൻസ് ഒരു പരസ്യം പോലെ വീഡിയോ നമുക്ക് ചെയ്യാം. അത് ചെയ്തിട്ടുമുണ്ട് അനീഷേട്ടനൊക്കെ ഒപ്പം. പക്ഷെ അതല്ലാതെ നമുക്കിത് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് സജിയേട്ടനൊന്ന് വിട്ടാണ്. അപ്പോൾ സജിയേട്ടൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, എന്തായി സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സജിയേട്ടൻ ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ വേണ്ട, ഞാൻ എന്തായാലും പറയാമെന്ന് പറഞ്ഞ് വെച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞു സാറിന് ഇഷ്ടം ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയ ആളാണ്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പുള്ളി എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ എന്നെ ഒരു ദിവസം ഞാനൊരു കമൻറ്റ് ഏതിലൊന്നിൽ കണ്ടു, 1 വർഷമായിട്ട് മുടി വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ സജിയേട്ടനോട് അപ്പം തന്നെ ഞാൻ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, സജിയേട്ടൻ മുടി വന്നില്ല എന്നോ, നിങ്ങൾക്കല്ലേ മുടി വന്നേ? അപ്പോൾ പറഞ്ഞ് പുള്ളിക്ക് അങ്ങനെ പുള്ളി വിചാരിച്ചത്ര മുടി വന്നില്ല. ഓക്കെ, അത് വിട്ടും ചെയ്തു. പിന്നെ ഞാനൊരു ദിവസം യൂട്യൂബ് നോക്കുമ്പോൾ സജിയേട്ടനൊരു ചാനലുണ്ട്, ലവ് ലാൻഡ് മീഡിയ. അതിലാണ് നമ്മളെ പറ്റി 8 വീഡിയോ ഇട്ടത്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ ഒക്കെ ഡിലീറ്റും ചെയ്തു. ഇപ്പോൾ പുള്ളി പോകാൻ പോകുന്നത് എന്താണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിൽ ഒരു സത്യനാരായണൻ എന്ന് പറഞ്ഞ ആൾ വഴി പുള്ളി ലാഡൻ സിറ്റി പോവുകയാണ്. ലാഡൻ സിറ്റി നല്ലതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വീഡിയോ. സത്യമാണ്, ലാഡൻ സിറ്റി നല്ലതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറ്റ്സ് വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റാണ് ലാഡൻ സിറ്റിയിൽ. നമ്മൾ ഒന്നും പറയണില്ല. ഞങ്ങൾ പറയണത്, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം സജിയേട്ടൻ അവിടെ പറയുന്നുണ്ട് പൈസ പോയി മുടി വന്നില്ല എന്ന്. പക്ഷേ കമൻറ്റിൻ്റെ ആ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റിൽ തന്നെ പറയുന്നുണ്ട് മുടി വന്നില്ല എന്ന് ഞാൻ പറയണില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അതായത് സജിയേട്ടൻ നിങ്ങൾക്ക് മാക്സിമം നമ്മളെക്കൊണ്ട് ആ പൈസയ്ക്ക് കിട്ടാവുന്നതിൽ മാക്സിമം മാക്സിമം മുടി ഞങ്ങൾ അതിന്ന് വരുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ദൈവം എന്താണ് പറയുക, ദൈവത്താളെ ഞാൻ സത്യമാണ്, നിങ്ങൾക്ക് വരേണ്ട മാക്സിമം ഞങ്ങളെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മളെ പേഷ്യൻസ് അല്ലാത്ത ആളുകളോടും കൂടി പറയാം, നിങ്ങൾ നമ്മളെ SCT ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്തു മുടി വന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ അറിയോ,
കുറേ ഓപ്ഷൻസ് ഉണ്ട്. റീഫണ്ട് കൊടുക്കാറുണ്ട്. അത് ഒട്ടും വന്നിട്ടില്ലെങ്കിൽ മാറ്റമില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കുറച്ചൊക്കെ മാറ്റമുണ്ട്, പക്ഷെ മൊത്തം മാറ്റം വന്നിട്ടില്ലെങ്കിൽ SCT തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് 10 പൈസ ഇല്ലാതെ SCT നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കും. ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളും ഉണ്ടാവില്ല സജിയേട്ടാ, ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളും ഉണ്ടാവില്ല ഞങ്ങളല്ലാതെ. ഞങ്ങൾക്കിത് ചെയ്യേണ്ട കാര്യമോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അല്ല പേഷ്യൻ്റ് ഇത്. പക്ഷേ ഞാനിത് ചെയ്യാത്ത ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അല്ലാത്ത ആൾക്കാരെ പൈസ വെറുതെ ഞാൻ തിന്നുന്നു എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ട്. അതായത് വെറുതെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അതിൻ്റെ സർവീസ് കൊടുത്തിട്ട് അതില്ലാതെ മീൻസ് അവർ പറയും വെറുതെ പോയി ഞാൻ പൈസയും മുടക്കി മുടിയും വന്നില്ല, അങ്ങനത്തെ ഒരു ഡയലോഗ് ഒരിക്കലും എന്നെ പറ്റിയോ എൻ്റെ സ്ഥാപനത്തെ പറ്റിയോ പറയരുത് എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾക്ക് മുടി വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ഞാൻ അറിയാതെ ഞാൻ എങ്ങനെ അറിയുക? അപ്പോൾ നിങ്ങൾ പറയും ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ഫോൺ വിളിച്ചാൽ സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റാറില്ല. ഞാൻ എൻ്റെ രാവിലെ തൊട്ട് എൻ്റെ ഫോണ് ഞാൻ രാവിലെ 9 മണി തൊട്ട് ഫോണ് സിസ്റ്റർമാരെടുത്തായിരിക്കും. സിസ്റ്റേഴ്സാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ അമൽ അവൻ്റെ കയ്യിലായിരിക്കും, അവരായിരിക്കും മാനേജ് ചെയ്യുക. അവർ തന്നെ ആയിരിക്കും അത് ഫുള്ളും മാനേജ് ചെയ്യുക. ഈവൻ എൻ്റെ പേഴ്സണൽ കോൾസ് വരെ വന്നാൽ അവരാണ് വിളിച്ചിട്ട് 7 മണിക്ക് ശേഷം വിളിക്കാൻ പറയുക. 7 മണിക്ക് ശേഷം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല കോൾസ് വരാറുണ്ട്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ കോൾസാണ് കൂടുതലും വരാറ്. അങ്ങനെ വരുമ്പോൾ അവർ വെക്കാറില്ല, കുറേ നേരം അവർ സംസാരിക്കും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുടി വന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് നഷ്ടം വന്നാൽ പോലും നിങ്ങൾക്ക് മുടി എന്താ പറയുക, ഞാൻ അതിൻ്റെ അപ്പോഴൊന്നും പറയുന്നില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ സജിയുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്താ വെച്ചാൽ പൈസ ഞാൻ തരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ബേസിസിൽ നിങ്ങളിങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യണമെന്നേ വിചാരിച്ചല്ല. എന്നോട് കുറേ പേര് പറഞ്ഞു നിങ്ങളിത് ചെയ്യുക, യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക, സജി അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കുക. സജിയായിട്ട് എന്ത് പറഞ്ഞു നടന്നാലും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ മുകളിൽ. അപ്പോൾ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക് മുടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ഒരു 7,500-8,500 രൂപേൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഒരു 1 ലക്ഷം റുപ്യേൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യരുത്. അത് ആദ്യത്തെ മിസ്റ്റേക്കാണ്. എനിക്ക് തോന്നുന്നു സജീൻ്റെ വീഡിയോൻ്റെ അടിയിൽ അങ്ങനത്തെ ഒരു കമൻറ്റും ഉണ്ട്, ഞാൻ കണ്ടിരുന്നത്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. അങ്ങനെ കമ്പയർ ചെയ്യരുത്. നമ്മൾക്ക് SCT വഴി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് ഞങ്ങൾ എടുക്കാറുള്ളൂ. മീൻസ് നമുക്ക് വരുന്നിടത്തോളം മാക്സിമം നമ്മൾ വരുത്തും ചെയ്യും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്കി നമ്മളിത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥയാണെങ്കിൽ ക്ലിനിക്കിൽ വരൂ, എന്നെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ക്ലിനിക്കിലോട്ട് വന്നോളൂ, ഞാൻ അതിനുള്ള പോംവഴി ഉണ്ടാക്കിത്തരാം. അല്ലാതെ ഒരാളും നിരാശപ്പെട്ട് പോരുത് ഇവിടുന്ന്. അതായത് റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും അങ്ങനത്തെ ഒരു ക്ലിനിക്കേ അല്ല. നിങ്ങൾക്ക് റിസൾട്ട് വരും എന്നുള്ള ഒരു ഉറപ്പിൽ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. മീൻസ് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ ചാൻസ് ഉള്ള തലയായതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വരും. ഇൻ കേസ് ഞാൻ പറയാണ് ചിലപ്പോൾ നമ്മൾ ആ ടൈം പീരീഡിൽ തന്നെ വന്നില്ലെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്, ഞങ്ങൾ ചെയ്തു തരും. ഇനിയിപ്പോൾ ഒട്ടും വന്നില്ല, യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ, ഫോട്ടോസ് ഉണ്ടല്ലോ നമ്മളെടുത്ത്, യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കും. അങ്ങനെ റീഫണ്ട് ഇഷ്ടം പോലെ പേർക്ക് കൊടുത്തിട്ടുമുണ്ട്, മനസ്സിലായോ? പിന്നെ കുറേ പേര് വെറുതെ വന്ന് റീഫണ്ട് വാങ്ങാറായി. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് റീഫണ്ട് കൊടുക്കുള്ളൂ. കാരണം ചില ആൾക്കാർ ചെറിയ മാറ്റം ഒക്കെ ഉണ്ടെങ്കിലും അവർ പറയും മാറ്റം ഇല്ല, ഒട്ടും മാറ്റമില്ല, അവർക്ക് റീഫണ്ട് തന്നെ വേണം എന്നുള്ള സ്കീമിൽ വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അതൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് റീഫണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ നോക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ റീഫണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ റീഫണ്ട് ആർക്കാണോ വേണ്ടതെന്ന് പറയുന്ന ആളുകളെ അവരോട് ഞാൻ സംസാരിക്കും. നിങ്ങളെ ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ ഫോട്ടോയും സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ ഫോട്ടോയും നമ്മൾ ഒരു വീഡിയോ ആക്കി ചെയ്യും. ആ ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ ഫോട്ടോ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ ഫോട്ടോ യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് വരും. അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം ആ 2 ഫോട്ടോയിലുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടാവും. ആ മാറ്റം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് തരാൻ പറ്റില്ല. അങ്ങനെ റീഫണ്ട് തരണം എന്നിട്ടും വാശി പിടിക്കാൻ പറ്റില്ല. കാരണം മാറ്റം ഉണ്ടെങ്കിൽ റീഫണ്ട് നമുക്ക് തരാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ചിലവന്മാർ പറയുന്നുണ്ട് മിനോക്സിഡിലിൻ്റെ ഗുണം കാരണം. അതിപ്പോൾ നമ്മൾ പറയാലോ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു മുടി വരില്ല, ഇവന്മാർക്ക് വെറുതെ പറയാണ് മുടി വരില്ല. പിന്നെ പറഞ്ഞു മുടി വരും, മുടി വരുന്നത് മിനോക്സിഡിലിൻ്റെ ഇത് കാരണമാണ്. പിന്നെ പറഞ്ഞു ഡെർമാറോളിങ്ങിൻ്റെ ഇത് കാരണമാണ്. അതായത് ഞങ്ങൾ മുടി വരുന്നത് ഇതൊക്കെ കാരണമാണ് എന്ന് ഇവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഈ മിനോക്സിഡിൽ തേച്ചും മടുത്ത ആൾക്കാരാണ്, മനസ്സിലായോ? ഈ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം ഏകദേശം 100 ആൾക്കാർ എടുത്താൽ അതിൽ 40% ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ, മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക, ബേസിക് മനസ്സിലാക്കുക.
നമ്മളിപ്പോൾ അതിൽ മിനോക്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കാരണം മാത്രം നല്ല മുടി വരുന്നത്. നമ്മളിപ്പോൾ മിനോക്സിൽ കൊടുക്കാത്ത ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് മുടി വന്നോ, അപ്പോൾ അവർക്ക് എന്താ എങ്ങനെയാണ് മുടി വന്നത് അതൊന്ന് പറഞ്ഞേ. അപ്പോൾ പറയും ഡെർമ റോളിംഗ് ആണ്. എനിക്കറിയാത് മീൻസ് നമ്മളെ എത്രത്തോളം താഴ്ത്തി കെട്ടാൻ പറ്റും അതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. പക്ഷേ എനിക്കൊരു വിഷയമില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകും. ഞങ്ങൾ സത്യം നീതി എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഒരാൾ ചെയ്യുമ്പോൾ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ സജിയേട്ടൻ ആലോചിച്ചു, എനിക്ക് അയാളോട് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ വേണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു അയാൾക്ക് ആ ബന്ധം വെക്കാൻ ഒരുമാതിരി അയാൾക്ക് എന്തും തുറന്നു പറയാനുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ എനിക്കും പറഞ്ഞുകൂടെ, സത്യം എനിക്കും പറഞ്ഞുകൂടെ അങ്ങനെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മുടി വന്നില്ല അല്ലെങ്കിൽ മുടി വന്നത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുടി വരുത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിടും. എങ്ങനെയായാലും അതിന് ശേഷം ഫ്രീ ആണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ്റെ കാശ് മാത്രം നിങ്ങൾ തന്നാൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെടുക്കാം, SCT ഒന്നും കൂടി എടുക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. മുടി ഇത്രയും ഒരു 6 മാസമായിട്ടും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇറ്റ് സെൽഫ് യു ക്യാൻ ടേക്ക് വൺസ് അഗെയിൻ SCT ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആരും ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ അതേപോലെ റീഫണ്ട് ഒട്ടും മാറ്റില്ല. നിങ്ങൾക്ക് റീഫണ്ടാണ് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് റീഫണ്ട് കാര്യം നമുക്ക് നോക്കാം.